എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ലൂഫിയും ആ വില്ലനും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ലൂഫിയുടെ ഒരു ഇടി പോലും വില്ലന്റെ ബോഡിയിൽ ഒരു ചെറിയ ഇമ്പാക്ട് പോലും ഉണ്ടാക്കില്ല. അവൻ അങ്ങനെ അയൺ ബോഡി ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കും. വില്ലനാണെങ്കിൽ കൈ ചുരുട്ടി ലൂഫി ഇടിക്കാൻ നോക്കും. അവൻ റബ്ബർ പോലെ വലിയുന്നത് കാണുമ്പോഴായിരിക്കും വില്ലന് നമ്മുടെ ചെക്കൻ ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുക. ലൂഫി ആണെങ്കിൽ ഞാൻ റബ്ബർമാൻ ആണ്, എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല എന്ന് പറയും. അതിനാ വില്ലൻ അവന്റെ അയൺ ബോഡിയൊക്കെ തിരിച്ചും പിരിച്ചുമൊക്കെ കാണിച്ച് വമ്പൻ ആക്ഷൻ ഇട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് മൊമോഗോയും സോറോയും അവരാണെങ്കിൽ ഒരുപാട് നേരായി വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റിലാണ്. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലില്ലിയുടെ പപ്പ അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് നേവി ആൾക്കാര് ഗണ്ണൊക്കെ ആയി വന്ന് പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. ചാഞ്ചി കറങ്ങി കറങ്ങി ആ സോൾജിയേഴ്സിനെ ഇപ്പൊ ചവിട്ടി താഴെയിടാൻ തുടങ്ങും. പക്ഷെ എങ്കിലും സോൾജിയേഴ്സ് വീണ്ടും വീണ്ടും അവിടേക്ക് ഓടി വന്ന് അദ്ദേഹത്തെ പോയിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓൾറെഡി അദ്ദേഹത്തിന്റെ സൈസ് വളരെ വലുതാണ്. അതുകൊണ്ട് സോൾജിയേഴ്സിന് എത്ര ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തും വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ലില്ലി ആണെങ്കിൽ നിലവിളിച്ച് പറയും, പപ്പ ഓടിക്കോ. പപ്പയെ ഷൂട്ട് ചെയ്ത് താഴെയിടും. ആള് ചുറ്റും നോക്കും, കടലാണ്. ഇതിലൂടെ ഞാൻ എങ്ങനെ ഓടുന്നു ചിന്തിച്ച് വണ്ടറടിച്ച് നിൽക്കും. അതേസമയം ഉസോപ്പ് നാമയെ കോണ്ടാക്ട് ചെയ്ത് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ബാക്കപ്പ് പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കും. അവള് കൂലങ്കക്ഷായി ചിന്തിച്ച് താഴേക്ക് നോക്കുമ്പോഴായിരിക്കും തൊട്ട് താഴെ ത്രെസ്റ്റപ്സ് ടീം കാണുക. അതുകൊണ്ട് അവള് ഷോക്കായിട്ട് നിൽക്കും. ഇവിടെ ബ്രൂക്കിന്റെ സോളിനെ ആണെങ്കിൽ ആ സോൾജിയേഴ്സ് അച്ചരം പച്ചരം വെടിവെക്കും. അതേസമയം നാമി അവള് ഫ്രാങ്കിയെ കോണ്ടാക്ട് ചെയ്ത് കപ്പലിന്റെ അടുത്തേക്ക് വരും. നാമി പറയും, നമ്മളിപ്പോ വലിയ അപകടത്തിലാണ്. ത്രെസ്റ്റപ്സ് ടീം അത് കടലിനടിയിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ക്ലൈമറ്റ് എത്രയും വേഗം മാറും. സോ നമ്മൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സിനെ എല്ലാം ഈ കാര്യം അറിയിക്കാൻ തുടങ്ങും. നാമി ടെൻഷനായിട്ട് ത്രെസ്റ്റപ്സ് ടീം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതെപ്പോ എവിടെ എങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതിൽ പെട്ടുപോയ നമ്മളും ഇപ്പോഴും എല്ലാം തന്നെ ചിന്ന ഭിന്നമായി തെറിച്ച് ഓരോ ഭാഗത്തേക്ക് പോകും. സോ ഇനി ഒന്നും ചിന്തിക്കാനില്ല, എത്രയും വേഗം എല്ലാവരും കപ്പലിലേക്ക് തിരികെ എത്താൻ നാമി പറയും. അത് പറയുമ്പോഴേക്കും ആ ഒരു പവർ പുറത്തേക്ക് റിലീസായി നേവി കപ്പലുകളിലും സബ്മറീൻസിലും ആഞ്ഞെട്ടിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവൻ സെക്കൻഡ് ഗിയറിലേക്ക് പോയി ഹോക്കി പവർ എടുത്ത് ഒറ്റയാട്ടി. അപ്പോഴായിരിക്കും അവൻ ലൂഫിക്ക് ഹോക്കി പവർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒരു സെക്കൻഡ് സ്തംഭിച്ചു പോവുക. മറ്റൊരു ഭാഗത്ത് സോറോ ആണെങ്കിൽ അവന്റെ 3 സ്ക്വാഡും എടുത്ത് 360 പൗണ്ടില് മൊമോഗയെ ആഞ്ഞു വെട്ടുകയാണ്. അത് കാണുമ്പോ മൊമോയ്ക്കും കുറച്ച് പേടിയാവും. ഇവിടെ നാമയാണെങ്കിൽ ഫ്രാങ്കിക്ക് ഇൻഫർമേഷൻ കൊടുക്കും. അതനുസരിച്ച് 2 ചെയിൻ അതങ്ങനെ നീട്ടി ലില്ലിയുടെ പപ്പയുടെ റാഫ്റ്റില് ലോക്ക് ചെയ്യും. അതിനുശേഷം അത് കപ്പലിലേക്ക് വലിക്കും. മറ്റൊരു ഭാഗത്ത് ഉസോപ്പ് ആണെങ്കിൽ ഇപ്പൊ ആ ഒരു നോക്കപ്പ് സ്റ്റീമിൽ പെട്ടുപോയി. പക്ഷെ ഒരു വിധത്തില് അവൻ സബ്മറീൻ ടേൺ ചെയ്ത് അവിടുന്ന് കപ്പലിന്റെ അടുത്തേക്ക് വരും. ഇവിടെ വില്ലനാണെങ്കിൽ ലൂഫിയെ പിടിച്ചു വലിച്ച് അവനെ അറഞ്ചം പുറഞ്ച് ഇട്ടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവന്റെ ഓരോ പഞ്ചിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. നാമി ആണെങ്കിൽ ഫ്രാങ്കിയോട് ബൂസ്റ്റർ യൂസ് ചെയ്യാൻ പറയും. പക്ഷെ അപ്പോഴായിരിക്കും ഫ്രാങ്കി പറയാ, ആക്ച്വലി ലില്ലിയുടെ പപ്പയുടെ വെയിറ്റ് വളരെ ഓവറാണ്, റാഫ്റ്റിനും നല്ല വെയിറ്റ് ഉണ്ട്. സോ ബൂസ്റ്റർ ഉപയോഗിക്കാൻ ഈ സമയത്ത് പറ്റില്ല. ഉടനെ നാമിയുടെ തലയിൽ ഇപ്പൊ മറ്റൊരു ബുദ്ധി വെളിച്ചുണ്ടാവും. ആ നോക്കപ്പ് സ്റ്റീം അതുപയോഗിച്ച് അതിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് ദൂരേക്ക് നല്ല ഫോഴ്സിൽ പോകാൻ പറ്റും. ആ ഒരു ഐഡിയ പക്ഷെ ബാക്കിയുള്ളവർക്കെല്ലാം ഒരുപാട് പേടിയുണ്ടാക്കും. നാമി പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ത്രെസ്റ്റപ്സ് ടീം ഉപയോഗിച്ച് സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. കറക്റ്റ് ആയിട്ട് നമ്മളത് ഫോക്കസ് ചെയ്താൽ മതി. നാമി ആണെങ്കിൽ എല്ലാവർക്കും ആ ഇൻഫർമേഷൻ പാസ് ചെയ്യും. അതിനുശേഷം എല്ലാവരോടും കിട്ടുന്ന സ്ഥലത്ത് ഇറുകി പിടിച്ചിരിക്കാൻ പറയും. അവൾ ഫ്രാങ്കിയോട് ബൂസ്റ്റർ യൂസ് ചെയ്യാൻ പറയും. ഫ്രാങ്കി ആണെങ്കിൽ ബൂസ്റ്റർ എനേബിൾ ചെയ്യും. കപ്പൽ നല്ല സ്പീഡിൽ ആ നോക്കപ്പ് സ്റ്റീമിലേക്ക് നീങ്ങുകയാണ്. കപ്പലാണെങ്കിൽ നോക്കപ്പ് സ്റ്റീമിൽ പോയി ഹിറ്റ് ചെയ്യും. ആ ഫോഴ്സിൽ കപ്പലിനെയും റാഫ്റ്റിനെയും എല്ലാം തന്നെ നോക്കപ്പ് സ്റ്റീം നല്ല സ്പീഡിൽ കറക്കി എറിയും. ലൂഫി ആണെങ്കിൽ ചാടി വന്ന് ഇപ്പോ സോറോയെ പിടിച്ചു വലിച്ച് റാഫ്റ്റിൽ അങ്ങനെ തൂങ്ങിക്കിടക്കും. ആ വില്ലനും നേവിക്കാരും ഒക്കെ ഷോക്കായിട്ട് നമ്മുടെ ആൾക്കാരെ നോക്കും. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് മനസ്സിലാവാതെ അവരങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ വമ്പ സന്തോഷം, കാരണം അവരുടെ മിഷൻ സക്സസ് ആയി. ഇനി എത്രയും വേഗം അദ്ദേഹം ഉണ്ടാക്കുന്ന ഡിഷ് അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് പോകും. ഇതാ ഇവിടെ മൊമോഗ ആളും ആളുടെ നേവി സോൾജിയേഴ്സും എല്ലാവരും ഇപ്പോ മറിഞ്ഞു കിടക്കുന്ന ഒരു കപ്പലിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് അവരങ്ങനെ വണ്ടടിച്ച് നിൽക്കും. അപ്പോഴായിരിക്കും ആ ഒരു വില്ലൻ അവനിപ്പോ കലിപ്പ് തീർക്കാനായിട്ട് മൊമോഗയുടെ അടുത്തേക്ക് വരികയാണ്. മൊമോഗയും ഓൾറെഡി വമ്പൻ ചൂടിലാണ്.
ആളിപ്പോ സ്ക്വാഡൊക്കെ എടുത്ത് ആ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അങ്ങനെ അവർ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ നേവിക്കാരുടെ കപ്പൽ മുഴുവനായിട്ട് മുങ്ങി അവർ വെള്ളത്തിൽ മുങ്ങിപ്പോവും. ആ വില്ലനാണെങ്കിൽ അവന്റെ ബാക്കിയുള്ള ടീംസുമായിട്ട് സബ്മറീനിലേക്ക് വരികയാണ്. അവനാണെങ്കിൽ ഇപ്പോഴും അവന്റെ വാശിയും വെറിയും ഒന്നും അടങ്ങിയിട്ടില്ല. എങ്ങനെയെങ്കിലും ആ പാൻ അദ്ദേഹത്തെ പിടികൂടണമെന്ന് പറഞ്ഞ് അവൻ മൊരച്ച് നിൽക്കും. ആക്ച്വലി ഇവന്റെ കോമ്പറ്റീറ്റർ ആണ് ഐ എന്ന് പേരുള്ള ഒരു പെണ്ണ്. അവർ രണ്ടുപേരും ചെറുപ്പം മുതലേ പരസ്പരം കോമ്പറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എല്ലാ കാര്യത്തിനും. ഇവനും ഇവന്റെ കോമ്പറ്റീറ്റർ ഐക്കും അവർക്ക് രണ്ടുപേർക്കും ചെറുപ്പം മുതൽ തന്നെ ഭയങ്കര പോരാട്ടമാണ്. അവരുടെ മാസ്റ്റർ സെഡിന് മുൻപിൽ വെച്ചാണ് അവരിപ്പോ ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് ആണെങ്കിൽ വേറെ ലെവലിൽ പോയിക്കൊണ്ടേയിരിക്കും. അവർ രണ്ടുപേരും കടുകുമണി പോലും വിട്ടുകൊടുക്കാതെ നിർത്താതെ മണിക്കൂറുകളോളം ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. നീണ്ട 5 മണിക്കൂർ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബോസ് സെഡ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു കടൽമുട്ടായൊക്കെ വായിലിട്ട് കുറിച്ച് അവരുടെ ഫൈറ്റ് കണ്ട് ആസ്വദിക്കുകയാണ്. അവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ആള് എന്നാണ് സെഡിന് അറിയേണ്ടത്. സെഡിന്റെ ബാക്കിയുള്ള അസിസ്റ്റൻസ് എല്ലാവരും ഇവരുടെ ഫൈറ്റ് ഒരുപാട് ഭീതിയോടുകൂടെ നോക്കി നിൽക്കും. ഫൈറ്റിനെല്ലാം ഒടുവില് ഈ ആണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ ടയേർഡായി അവളൊരു ഭാഗത്ത് പോയിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കും. ഇത് കണ്ട നമ്മുടെ വില്ലൻ അവനെ എടുത്തു ചാടും. ഐയാണെങ്കിൽ അവനെ കഴിഞ്ഞും പഠിച്ച കള്ളിയാണ്. ഐക്കാണെങ്കിൽ ഒരു ഡെവിൾ ഫ്രൂട്ട് പവർ ഉണ്ട്. അതായത് അവൾ ആരെ തൊടുന്നോ അവരെ എങ്ങായി മാറും. വില്ലൻ താഴെ അടിച്ചു വീഴേണ്ട ഗ്യാപ്പില് അവള് അവരെ ടച്ച് ചെയ്ത് 12 വർഷം അവനെ എങ്ങാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ 12 വർഷങ്ങൾക്ക് മുൻപ് അവൻ എത്ര പവർ ഉണ്ടായിരുന്നോ അത്രയും പവറിലേക്ക് അവൻ ചുരുങ്ങുകയാണ്. സോ ആ ഒരു ബാറ്റില് ഐ ജയിച്ചു. അങ്ങനെ ആ ഒരു ഫൈറ്റില് ഐ പെണ്ണ് ജയിച്ചു എന്ന് പറഞ്ഞ് സെഡ് ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ക്യാപ്റ്റനായി അവളെ ചൂസ് ചെയ്യും. കട്ട് ചെയ്ത വില്ലൻ അവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പേപ്പർ കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി ദേഷ്യത്തിൽ പറയും, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആ ക്യാപ്റ്റൻ സ്ഥാനം ആട്ടിച്ചെടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. നമ്മുടെ ആൾക്കാരിപ്പോ ഒരുപാട് ദൂരത്ത് സേഫ് ആയിട്ട് കപ്പല് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ ചുറ്റും നോക്കും. ചുറ്റും ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. കപ്പലുകളോ വില്ലന്മാരോ അങ്ങനെ ആരുമില്ല. ആമി ക്ലൈമറ്റ് ചെക്ക് ചെയ്യും. ക്ലൈമറ്റും വളരെ നല്ലതാണ്. ആക്ച്വലി നമ്മുടെ ഫ്രാങ്കി അവൻ സൂപ്പർ ബൂസ്റ്റിംഗ് പവർ അതുപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും ദൂരത്തേക്ക് അവർക്ക് സേഫായിട്ട് എത്താൻ കഴിഞ്ഞത്. ചോപ്പർ ആണെങ്കിൽ ലില്ലിയുടെ പപ്പയ്ക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ബാൻഡേജ് ഒക്കെ ഇട്ട് ഒരു സൈഡില് അദ്ദേഹത്തോട് റെസ്റ്റ് ചെയ്യാൻ പറയും. ലൂഫി ആണെങ്കിൽ ഓടി വന്ന് എല്ലാം സോൾവ് ആയില്ലേ, ഇനി ആ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് അതൊന്നും ഉണ്ടാക്കി തരുമോ. ടാൻജി ആണെങ്കിൽ ടെൻഷനായി അവന്റെ തലയ്ക്കൊരു ഒറ്റയടി. യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ. അദ്ദേഹം ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി റെസ്റ്റ് എടുക്കുകയാണ്. ഒന്ന് ഓക്കെ ആവുന്നതിന് മുൻപ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അത് ശരിയാണോ? അതിന് ചോപ്പറും പറയും അദ്ദേഹത്തിന് ഇപ്പൊ വേണ്ടത് റെസ്റ്റ് ആണ്, വേറെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഉടനെ ലില്ലി ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഫുഡ് ഐറ്റംസ് ലൂഫിയുടെ മുൻപിലേക്ക് കൊണ്ടുവരും. ഇത് ഞാൻ നേവിക്കാരുടെ കപ്പൽ തകർന്നപ്പോ ആ കപ്പലിൽ നിന്ന് അടിച്ചു മാറ്റിയ ഫുഡ് ഐറ്റംസ് ആണ്, നിങ്ങൾക്ക് തൽക്കാലം കഴിക്കാൻ ഇത്രയും ഫുഡ് പോരേം ചോദിക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ ലൂഫിക്ക് അവന് വേണ്ടത് ആ ഹെവൻലി ഫുഡാണ്. അവൻ അതിനുവേണ്ടി വാശി പിടിക്കും. അത് കേട്ട് പപ്പ ആള് പതിയെ എഴുന്നേറ്റിരിക്കും. കുഴപ്പമില്ല, നിനക്ക് വേണ്ടി ഞാൻ ആ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ആള് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങും. ചോപ്പർ ആണെങ്കിൽ ടെൻഷൻ ആവും. അയ്യോ വേണ്ട, നിങ്ങളിപ്പോ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. പക്ഷെ പപ്പയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ലൂഫിയുടെ അടുത്തേക്ക് വരും. നീയല്ലേ ആ സ്ട്രോഹാർ ലൂഫി, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ രക്ഷപ്പെടുത്താൻ കാണിച്ച നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഹെവൻലി ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ആ ഫുഡ് ഐറ്റംസ് എടുത്തു തരാനായിട്ട് ആള് പറയും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ വില്ലനും അവന്റെ സംഘവും അവരിപ്പോ നമ്മുടെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞു. അവരാണെങ്കിൽ അവരുടെ തന്നെ സബ്മറീൻ അത് യൂസ് ചെയ്ത് ആ മലയെയും നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെയും നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും തകർക്കാൻ റെഡിയാവും. അടുത്ത നിമിഷം അവർ സബ്മറീൻസുമായിട്ട് നമ്മുടെ ആൾക്കാർ ലക്ഷ്യം വെച്ച് കുതിച്ചു പായുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.